തന്ത്രി പെരുങ്കള്ളനാണെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. തന്ത്രിയാണോ പെരുങ്കള്ളനാണോ അതോ എന്താണ് സാറിന് തോന്നുന്നത്? വളരെ പ്രകോപനപരമായൊരു പ്രസ്താവനയാണ് ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ തന്ത്രിയുടെ കേസിൽ ഇപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിയുടെ ഭാഗത്ത് നമുക്ക് രണ്ട് തരത്തിൽ നിരീക്ഷിക്കാം. ഒന്ന്, തന്ത്രി വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. വിശ്വാസികളുടെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ക്ഷേത്രവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് തന്ത്രി. അതുകൊണ്ട് വിശ്വാസികൾക്ക് തന്ത്രിയെ വളരെ അവർക്ക് ഏറ്റവും പ്രധാന വ്യക്തിയാണ്. ഒരു തന്ത്രി വളരെയധികം മോശമായ രീതിയിൽ പെരുമാറിയെന്ന് ഉറപ്പുണ്ടായാൽ മാത്രമേ വിശ്വാസികൾ തന്ത്രിക്കെതിരെ വരുള്ളൂ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാജീവ് തന്ത്രിക്കെതിരെ കുറേയധികം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. അത് ഒരുപക്ഷെ ഗൂഢലക്ഷ്യത്തോടെ ഉള്ളതാവാം, അതിൽ കാര്യം ഉണ്ടാവാം, അതിൽ ഏത് രീതിക്ക് ഞാൻ പറയില്ല. പക്ഷേ പൊതുവിൽ തന്ത്രി കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഭക്തർക്ക് കൂടുതലുള്ളത്. അതവിടെ നിൽക്കുന്നു. മറ്റൊരു ആംഗിൾ നോക്കേണ്ടത്, അദ്ദേഹത്തിന് 41 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടി. ജാമ്യം കൊടുത്തത് കോടതിയാണ്. ഇതിന് മുമ്പും ചിലർക്ക് ജാമ്യം കിട്ടി, പോറ്റി ഉൾപ്പെടെ 1-2 പേർക്ക് ജാമ്യം കിട്ടി. അത് സ്വാഭാവിക ജാമ്യം എന്ന് പറഞ്ഞ പ്രത്യേക ജാമ്യമാണ്. എന്ന് വെച്ചാൽ സമയത്ത് കുറ്റപത്രം കൊടുക്കാണ്ട് അതിൻ്റെ, അതായത് നിയമപരമായിട്ട് പോലീസ് ചെയ്യേണ്ടത് ചെയ്യാണ്ട് വരുമ്പോൾ കിട്ടുന്ന സ്വാഭാവിക ജാമ്യം. അത് അന്വേഷണ സംഘത്തിൻ്റെയോ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ കൃത്യവിലോപം കൊണ്ട് ജാമ്യം കിട്ടുന്നു. ഇവിടെ തന്ത്രി കിട്ടിയ ജാമ്യം അങ്ങനെയല്ല, സ്വാഭാവിക ജാമ്യമല്ല. കോടതി തന്നെ മനസ്സിലാക്കി തന്ത്രിക്കെതിരെ തെളിവില്ല, കോടതി തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത്രയും രൂക്ഷമായിട്ട് പോലീസിനെതിരെ ഒരു വിമർശനം നടത്തിക്കൊണ്ട് ഒരു ജാമ്യം ഒരു വ്യക്തിക്ക് കോടതി അനുവദിക്കുന്നത് ഞാൻ വായിച്ച ആദ്യമായിട്ടായിരിക്കും. ഇവിടെ ജാമ്യം കൊടുക്കാതിരിക്കാൻ എന്ത് വകുപ്പുള്ളത്? അതാണ് കോടതി ചോദിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ പോലെയാണ് സത്യത്തിൽ അത് കണ്ടപ്പോൾ തോന്നിയത്, ആ വാർത്ത വായിച്ചപ്പോൾ. കാരണം കോടതി പറയുന്നത് എന്താ, ഈ വ്യക്തിക്ക് ഒരു തെളിവില്ല, എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഇത്രയും ദിവസം തടവിലിട്ടതെന്ന് ചോദിക്കുന്നു. ഇത് എന്നെപ്പോലുള്ളവർക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കി. കാരണം ഇവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്നു. അവർ സദാപി ഹൈക്കോർട്ടിൽ ചെന്ന് ഹൈക്കോടതി ജഡ്ജിമാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നടപടിയെടുക്കുന്നു. എങ്ങനെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിചാരം വ്യക്തമായ തെളിവുകൾ ഹൈക്കോടതിയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം മനസ്സിലാവുന്നത് തന്ത്രി അറസ്റ്റ് ചെയ്തത് ഒരു പുകമറയായിരുന്നില്ലേ? അങ്ങനെ ഒന്നും ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ അങ്ങനെ സംശയിക്കുന്നു. കാരണം ഇവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴും സർക്കാരിൻ്റെ ചട്ടുകം തന്നെയല്ലേ ഈ പോലീസ് അല്ലെങ്കിൽ SIT എന്നൊരു ചോദ്യമാണ് മുന്നിൽ വരുന്നത്. ആ ചോദ്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, തന്ത്രിയുടെ ഈ കുറ്റത്തിലെ പങ്കാളിത്തത്തെ പറ്റി ജാമ്യം കൊടുത്ത കോടതി നടത്തിയ നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങളിൽ ഇദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറയുന്നു. ശരി, തെളിവുണ്ടെങ്കിൽ തന്ത്രി അകത്ത് കിടക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മുതൽ കെട്ടത് അത് രാജ്യത്തിൻ്റെ മുതലാണെങ്കിലും വ്യക്തിയുടെ മുതലാണെങ്കിലും അയ്യപ്പൻ്റെ മുതലാണെങ്കിലും ഏത് അമ്പലത്തിലാണെങ്കിലും എന്തും ആയിക്കോട്ടെ, കളവ് തെറ്റാണ്, ക്രൈമാണ്. ക്രൈം ചെയ്തതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ക്രൈമിൽ അദ്ദേഹം പാർട്ടാണ് എന്ന് അദ്ദേഹത്തെ ജയിലിലിട്ടപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചു. കാരണം SIT ഹൈക്കോടതിയായിട്ട് കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ജനങ്ങളുടെ മുന്നിൽ കൊടുത്ത പിക്ചർ. എനിക്കങ്ങനെ ഒരു പിക്ചറാണ് കിട്ടിയത്. പക്ഷേ ഇപ്പം ജാമ്യം കൊടുത്ത കോടതി ചോദിക്കുകയാണ് എന്ത് തെളിവാണുള്ളത് എന്ന് പറയുമ്പോൾ, ഒരു തെളിവില്ലാണ്ടൊരു വ്യക്തി അകത്തിട്ടെങ്കിൽ, അതും വിശ്വാസി സമൂഹം വളരെയധികം ആരാധനയോടുകൂടി കാണുന്നൊരു വ്യക്തി അകത്തിട്ടെങ്കിൽ, 2018 ഭക്തജനങ്ങളെ ദ്രോഹിച്ച, അവരെ തല്ലി ഓടിച്ച, അവർ വിരിയിക്കുന്നിടത്ത് വെള്ളം ഒഴിച്ചവർക്ക് ഒരു രാത്രി ഉറങ്ങാൻ പോലും വയ്യാത്ത വിധത്തിൽ അവരെ ദ്രോഹിച്ച ആ മനോഭാവത്തിൽ നിന്ന് പിണറായി സർക്കാരിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവർ ഗോവിന്ദൻ അപ്പം കച്ചവടത്തിനെ പറ്റി പറയാറുണ്ടല്ലോ, ഈ അപ്പം മറിച്ചാണുള്ള ചട്ടുകം. ഈ ചട്ടുകം തന്നെയാണ് ഇവർക്ക് പോലീസ്. അതാൻ്റെ ചോദ്യം. ഇതിപ്പോൾ അതുപോലല്ലേ, അവർക്കെല്ലാം വെറും ചട്ടുകം മാത്രമാണ്. അവർക്ക് വിശ്വാസികൾ വെറും ചട്ടുകമാണ്, അവർക്ക് ക്ഷേത്രവും ഈ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം വെറും ചട്ടുകയാണ്, പോലീസും വെറും ചട്ടുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ദ്രോഹിക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരിക്കണം? ഒരു അർത്ഥമില്ലാതൊന്നും ചെയ്യില്ലല്ലോ, എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അവിടെയാണ് ഈ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന ഒരാരോപണം, മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അകത്താക്കുന്നു. അതല്ലേ ഇത്? അതാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ തന്ത്രിക്ക് അപ്പുറത്തേക്ക് കുറച്ച് പേരിലേക്ക് പോകണ്ടേ? ഒരാളിലേക്ക് അന്വേഷണം പോയപ്പോഴത്തേക്കും പോലീസ് കളിച്ച കളി ഓർക്കുന്നുണ്ടോ? ഒരു വ്യക്തി പെട്ടെന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രി അഡ്മിറ്റ് ആവുന്നു, ഒരു ഏമാൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്, അവർക്ക് വേണ്ടപ്പെട്ടവരെ തൊടാൻ പറ്റില്ല. എന്തായാലും ഭാഗ്യത്തിന് കോടതി ഇടപെട്ടു, അയാളെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം ജയിലിൽ കൂടി അടിപൊളിയായിട്ട് നടക്കണമെന്ന് തോന്നുന്നു.
എന്തായാലും വലിയ തട്ടിപ്പാണ് കാണിച്ചത്. അവിടെ SIT ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ കോടതി പറയുകയാണ് ആൾ അത്യാസന്നയിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പം ഇവർക്കെന്ത് വിശ്വാസ്യതയുള്ളത്? അതായത് അവർക്ക് വേണ്ടപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഇതുപോലൊരു കൃത്യത്തിന് വേണ്ടി മറ്റൊരാളെ ജയിലിലിടാൻ അവർക്ക് പറ്റും. അതാണിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ജാമ്യം കൊടുത്ത കോടതി നിരീക്ഷിക്കുന്നു, ഈ തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറ്റം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ജയിലിലിട്ടവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്, ഗൂഢോദ്ദേശങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്തായിരിക്കണം? അത് ഒരുപക്ഷെ വളരെ ഉന്നതരായിട്ടുള്ള CPMലെ പാർട്ടി പ്രവർത്തകരോ പാർട്ടി ചുമതലക്കാരോ മന്ത്രി തന്നെയോ അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെയോ അവരെ രക്ഷിക്കാനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ വേറെ കുറേ പേരുടെ തലയിലോട്ട് ഇവർ ഇതൊക്കെ എടുത്തിട്ട് ചാരിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും LDF പറയാൻ ശ്രമിക്കുന്നത് UDFന് ഇത് പങ്കുണ്ട്, സോണിയാഗാന്ധിക്ക് കൊണ്ടുവന്ന ഉണ്ടാവുമായിരിക്കും. നമ്മളതിനെയൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അവരെയൊക്കെ ആരായാലും, അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസി സമൂഹം വളരെ ആരാധനയോടുകൂടി കാണുന്ന ഒരാളെ ജയിലിലിടേണ്ട ഒരാവശ്യമില്ല. അത് ഈ പെരുങ്കള്ളൻ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ സർ, അതെ, ആ പെരുങ്കള്ളൻ എന്ന് പറയുന്ന പ്രയോഗം തന്ത്രിക്കെതിരെ പ്രയോഗിക്കുമ്പോൾ കൂട്ടത്തിലുള്ളവരാരാണെന്നും ഏത് തരത്തിലുള്ള പാർട്ടിയാണെന്നും സ്വയം ഒരു അദ്ദേഹം വിമർശനം നടത്തണ്ടേ? MV ഗോവിന്ദൻ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയേണ്ട കാര്യമായിരുന്നു. അദ്ദേഹം ഇനി പാർട്ടിക്കാരുടെ മൊത്തം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ വെച്ചിട്ടായാലും പറഞ്ഞാൽ മതി, അല്ലേ അതിന് മുന്നേ കണ്ണാടി പിടിച്ച് പറഞ്ഞാലും മതി. അപ്പം ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സ്വാഭാവിക ജാമ്യം കിട്ടാണ്ട് അകത്ത് കിടക്കുന്ന ഒരാൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷേ കോടതി ഈ നിരീക്ഷണത്തെ അദ്ദേഹത്തെ ഇറക്കി വിടുമോ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന, പാർട്ടിക്ക് ഇന്നും വേണ്ടപ്പെട്ട, അകത്തായിട്ടും പാർട്ടി ഇതുവരെ പുറത്താക്കാത്ത ഒരു വ്യക്തിയാണ് പത്മകുമാർ, പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ എടുക്കാത്തത്? ഇതുവരെ ഈ പാർട്ടി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയൊന്നും തീർന്നില്ലേ? അതോ അദ്ദേഹം തീവ്രതയില്ലാത്ത തീവ്രത കുറഞ്ഞ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നാണോ പാർട്ടി വിശ്വസിച്ചേക്കണേ? തീവ്രതയില്ലാത്ത പീഡനം എന്നൊക്കെ പറയണ പോലെ തീവ്രതയില്ലാത്ത മോഷണമാണോ പത്മകുമാർ നടത്തിയത്? എന്തായാലും പത്മകുമാർ എന്ന ആക്റ്റീവ് CPM പ്രവർത്തകൻ ഈ കേസ് ഇൻവോൾവ് ആണെങ്കിൽ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിരിക്കില്ല, ഇച്ചിരി താഴത്തെ പേരായിരിക്കും പത്മകുമാറിൻ്റെ. ഒന്നാമത്തെ പേരുകാരനെ ഇതുവരെ പിടിച്ചിട്ടും ഉണ്ടാവില്ല. അത് പിടിക്കാൻ മടിയുണ്ടാവും. അത് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. കേരള ജനതയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവർക്ക് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്, ഗൂഢോദ്ദേശങ്ങളുണ്ട്. മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയാവാം, മുൻ ദേവസ്വം മന്ത്രിയാവാം. അവരെ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരിത്രയും കഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേരള ജനത നാളെ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊരു ഉത്തരം പറയേണ്ടി വരും. തന്ത്രി പെരുങ്കള്ളനാണ് എന്നുള്ള, ഇല്ല അദ്ദേഹത്തിന് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് എന്നുള്ള MV ഗോവിന്ദൻ്റെ പ്രസ്താവനയോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം 2 ദിവസം മുമ്പ് കോടതി പറഞ്ഞതിന് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഗോവിന്ദൻ പറയുന്നത്. കോടതിയാണ് പറയേണ്ടത് ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ, ഒരാളുടെ പേരിലുള്ള തെളിവുകൾ പര്യാപ്തമാണോ അല്ലയോ. കോടതി നോക്കിയിട്ട് തെളിവ് കാണുന്നില്ല. അപ്പോൾ കോടതി നോക്കിയിട്ട് കാണാത്ത തെളിവ് വെച്ചിട്ടാണോ തന്ത്രി പെരുങ്കള്ളനാണെന്ന് ഇദ്ദേഹം പറയുന്നത്, ഗോവിന്ദൻ പറയുന്നത്? ആണെങ്കിൽ അതിനുള്ള എന്ത് തെളിവാണ് ഗോവിന്ദൻ്റെ കയ്യിലുള്ളത്? ഗോവിന്ദനെ തെളിവ് കാണിക്കണ്ടേ? വെറുതെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാതെ എല്ലാ അവസാനം കഴിഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ പോലെ ആക്കാനാണോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളവർ, തന്ത്രി ഒഴിച്ച് ബാക്കി ഉള്ളവരെല്ലാം അകത്ത് കിടക്കുകയും ചെയ്യുന്നു. ഈ സ്വാഭാവിക ജാമ്യത്തിനെതിരെ കോടതിയും പറഞ്ഞു എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. അത് വ്യക്തമായ കള്ളത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റായികയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും കഷ്ടം എന്താണെന്ന് വെച്ചാൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലും അതൊക്കെ വൈകുന്ന സ്വാഭാവികമാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞു എന്നുള്ളതാണ് ഒരു സുഖമില്ലാണ്ടായിട്ട് തോന്നുന്നത്. എന്തിനങ്ങനെ പറഞ്ഞു? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുറ്റപത്രം അവർ സമർപ്പിക്കണം. ഈ കേസിൽ വലിയ പാർട്ടി പ്രവർത്തകരും വമ്പന്മാരും അകത്ത് കിടക്കുന്ന കേസിൽ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ അത് വ്യക്തമായിട്ട് കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അവർക്കത് മനസ്സിലാവുള്ളൂ. നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് പൊതുജനം പോലെ ചോദിക്കുന്നത്, പുറത്തിറങ്ങുമ്പോൾ പറയുന്ന ഇടക്കാല കുറ്റപത്രമെങ്കിലും അതെ സമർപ്പിക്കാൻ സാധാരണക്കാരൻ വരെ ചോദിക്കുന്നുണ്ട്. വെറുതെ ചോറും കഞ്ഞിയും കപ്പയും കഴിച്ച് നടക്കുന്ന സാധാരണക്കാരൻ്റെ ചോദ്യം ഉണ്ടെന്നേ. ആ ചോദ്യം ഇല്ലാണ്ട് പോകണം ഇവർക്കാ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എന്തൊക്കെയോ അജണ്ടകളുണ്ട്, ഇവർക്ക് എന്തൊക്കെയോ മൂടി വയ്ക്കാനുണ്ട്, ഇവർക്ക് ആരെയൊക്കെ രക്ഷിക്കാനുണ്ട്. അവരിരിക്കുന്ന സംരക്ഷണ കോട്ടയുടെ വിവിധ തരത്തിലുള്ള വാതായനങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇവരാരെയൊക്കെയോ വ്യക്തമായിട്ട് സംരക്ഷിക്കാൻ നോക്കുന്നു. ആ ഇവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ പെരുങ്കള്ളന്മാരുണ്ട്.
അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ തന്ത്രിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ പെരുങ്കള്ളന്മാരുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ ആയിരിക്കും അവർ സംരക്ഷിക്കാൻ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗോവിന്ദൻ ഉത്തരം പറയേണ്ടി വരും. അന്താരാഷ്ട്ര കള്ളക്കടത്തുമായിട്ട് ബന്ധമുള്ള ഈ പെരുങ്കള്ളന്മാർ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ്? എന്തായാലും തന്ത്രി കള്ളനാണ് എന്ന് ഗോവിന്ദൻ പറയുമ്പം കോടതി പറഞ്ഞിരിക്കുന്നത് മനസ്സാവുന്നത് തന്ത്രി അങ്ങനെ കള്ളം ചെയ്തിട്ടില്ല, അങ്ങനെ കള്ളനല്ല എന്നുള്ളതാണ്. എന്നാൽ അകത്ത് കിടക്കുന്നവരെ, പക്ഷേ ഇക്കണക്കിനൊക്കെ പോയാൽ അവസാനം വന്ന് ഇതിൽ കുറ്റവാളിയില്ലാത്ത സ്ഥിതി വരില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം കുറ്റം ചെയ്യാത്ത ആളെ കോടതി എന്തായാലും വെറുതെ വിടും. കുറ്റം ചെയ്തവരുടെ പേരിലോ തെളിവ് സമർപ്പിക്കാതിരുന്നാൽ പോരെ. കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്തവൻ എങ്ങനെയാണ് ഇനി തെളിവ് സമർപ്പിക്കാൻ പറ്റുന്നത്? ഇത്രയും നാളുടെ കുറ്റപത്രവും ഇല്ല, ഇടക്കാല കുറ്റപത്രവും ഇല്ല. ഈ നാളെ ഇവർ തെളിവ് സമർപ്പിക്കാൻ പോകണം. ഇത് എന്താണ് ഇവർക്കുള്ള തെളിവ്? തന്ത്രിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ SIT സമർപ്പിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇനി തന്ത്രിക്കെതിരെയും തെളിവില്ല, കുറ്റം ചെയ്തതിനെതിരെയും തെളിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊക്കെയാണ് ഇപ്പോൾ ഫൈനലി ഇതാണ് വരാൻ പോണത്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് പോലും, അതായത് നേരിട്ട് കുറ്റം ചെയ്തതെന്ന് ഇയാൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്നോ സകലമാന തെളിവുള്ള ആൾ പോലും നാളെ കുറ്റവാളിയല്ല എന്നായിരിക്കും ഈ SIT സമർത്ഥിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ഭയമുണ്ട്. കാരണം സംരക്ഷിക്കേണ്ടവർ, അവർക്ക് സംരക്ഷിക്കാൻ ആരൊക്കെയുണ്ട്? അവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മറ്റു പലരും ഒഴിവാവേണ്ടി വരും എന്ന് തോന്നുന്നു. അതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ കുറേ പേരെ സ്വാഭാവികമായിട്ടൊക്കെ ഇറക്കി വിടുന്നത് ഇതൊക്കെ ആയിരിക്കാം. അവർക്ക് പുറത്തിറങ്ങി ഇനി അവർക്ക് വേണ്ടുന്ന രീതിയിൽ തെളിവ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ സമയം കിട്ടുമായിരിക്കാം. എന്തായാലും ഇത്രേ പറയാനുള്ളൂ. ആ സ്വാഭാവിക ജാമ്യം കുറ്റവാളികൾക്ക് കിട്ടിയത് വളരെ മോശമായിപ്പോയി. അതുപോലെ തന്നെ ഒരു തെളിവുമില്ല എന്ന് കോടതി ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആളെ ഇത്രയും ദിവസം 41 ദിവസം ആ തന്ത്രിയെ അകത്തിട്ടതും വളരെ മോശമായിപ്പോയി. ഇത് മോശം മാത്രമേ ഈ കേസിലുണ്ടായിട്ടുള്ളൂ. അത് മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോകാതിരിക്കട്ടെ. അതെവിടെയെങ്കിലും യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടട്ടെ. ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം ആശിക്കുന്നു.